നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. സ്വപ്ന ഇങ്ങനെ പറഞ്ഞ് ഓണമങ്ങ് എത്തി. പടിവാതിക്കലാണ്, ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിലാണ്. ഈ ഉത്രാടപ്പാച്ചിലാണെങ്കിലും പാച്ചിലൊക്കെ 2-3 ദിവസം മുന്നേ തന്നെ കഴിഞ്ഞു. എല്ലാവരും എല്ലാവരും ഈ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാറില്ല. എല്ലാവർക്കും അറിയാം, ഒരുമിച്ച് വാങ്ങാനൊക്കെ സാധനങ്ങൾ വാങ്ങാനും മറ്റും അവസാന വട്ട ഒരുക്കങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്ത തിരക്കാണ്. അതിൽ പെട്ടുപോകും. ഒരാഴ്ച മുന്നേ തുടങ്ങുന്ന പാച്ചിലാണെങ്കിലും ആ ഉത്രാടം എന്ന് പറയുന്ന ആ ദിവസമുണ്ടല്ലോ, അന്ന് വൈകുന്നേരത്തെ ഒരു തിരക്കുണ്ട്. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനപ്പുറത്ത് നാട്ടുമ്പുറത്തേക്ക് കിടന്നാൽ മാവേലിയെ ഉണ്ടാക്കണം, മാവേലിയെ പൂജിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ അതൊക്കെ പോയി. അതുകൊണ്ടും കൂടിയാണ് ഈ ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത്. സാധനങ്ങൾ വാങ്ങൽ മാത്രമല്ല. തീർച്ചയായും ഒരുപക്ഷെ നഗരത്തിന് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ അത്ര പരിചിതമായിരിക്കില്ല. എങ്കിൽ കൂടിയും ഈ അവസാന നിമിഷം വരെയും നമുക്ക് ഒരു വെപ്രാളമാണ്. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ. എന്തായാലും ആ കുറവുകളെല്ലാം മാറ്റി എല്ലാം അവസാന നിമിഷം വരെ എല്ലാം വാങ്ങിയിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പകൽ എന്ന് പറയുന്നത്. ഇന്നൊരു പകലും നാളെ രാത്രിയും കൂടി കഴിയുമ്പോഴേക്കും തിരുവോണ പുലരിയാണ്. എല്ലാ പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ ഞങ്ങൾ അഡ്വാൻസായി തന്നെ നേരുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട്. തലക്കെട്ടുകളും നോക്കാം. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. മാവേലിത്തമ്പുരാനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിൽ മലയാളികൾ. നാടും നഗരവും സജീവമാക്കി ഉത്രാടപ്പാച്ചിൽ തിരക്കിലേക്ക്. ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്ന് 100ാം ദിനം. പ്രത്യേക ആഘോഷങ്ങളില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്നതും ലക്ഷ്യം പുതിയുഗ കേരളമെന്ന മുഖ്യമന്ത്രി. പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തകർത്തതാണ് UDF സർക്കാരിന്റെ സംഭാവനയെന്ന് പ്രതിപക്ഷം. പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് ഇരുട്ടടിയായി ഇന്ധന ചെലവിലെ വർധനവ്. ചെലവ് വർദ്ധിച്ചത് 20%-ലധികം. നഷ്ടം നികത്താൻ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന. ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപ് നിർണായക നീക്കവുമായി ഇന്ത്യ. അതിർത്തി പ്രശ്നങ്ങളിൽ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഇന്ന് ബെയ്ജിംഗിൽ ചർച്ച. അരുണാചലിലെ ചൈനീസ് സൈനിക നീക്കങ്ങളിൽ പ്രതിഷേധമറിയിക്കും. ഇറാനെ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുമായി ട്രംപ്. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളെ ആഗോള ഡോളർ വിനിമയ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പ്. ഉപരോധം അതിജീവിക്കുമെന്ന് ഇറാൻ. കൊളംബോയിൽ കരുത്തുകാട്ടാൻ ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് സന്ദർശകർ. 503 റൺസ് പിന്തുടരുന്ന ലങ്കയ്ക്ക് 8 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി. സ്വപ്ന, ഇന്ന് എന്തൊക്കെ വാർത്തകൾ വന്നാലും നമുക്ക് ഓണം തന്നെയാണല്ലേ? അതെ. അതിൻ്റെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ തയ്യാറാണ് ആ ഓണ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. ഓണാഘോഷത്തിൻ്റെ ആ തിരക്കുകളിൽ, ഒരുക്കങ്ങളിലൊക്കെ മലയാളികൾ അങ്ങ് ആണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ. എങ്ങും നാട്, അത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ ആ ഒരുക്കങ്ങളെല്ലാം നമുക്ക് ദൃശ്യമാണ്. എന്തായാലും ഇന്ന് ഉത്രാടപ്പാച്ചിൽ, ഈ സൂചിപ്പിച്ചതുപോലെ പാച്ചിൽ ഇതുവരെ എത്തി എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല മഴയാണ് വലിയൊരു ആശങ്കയായ ഒരു പ്രശ്നമായി. മഴ വില്ലനാവുമോ എന്നൊരു ടെൻഷനുണ്ട് എല്ലാവർക്കും. അതെ, ഇനി വരുന്ന 2 ദിവസം കൂടി മഴ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയുമുണ്ട്. ആഘോഷങ്ങളുടെ മാറ്റ് കുറയുമോ എന്നറിയേണ്ടതുണ്ട്. നമുക്ക് 3 റീജിയനിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാറുണ്ട്, ശ്രീജിത്ത് കൊച്ചിയിൽ നിന്ന് ചേരും, ലക്ഷ്മിപ്രിയ കോഴിക്കോട് നിന്ന് ചേരും. നമുക്ക് അവരിലേക്ക് പോകാം. ആദ്യം രജിത്തിലേക്ക് തന്നെയാണ്. രജിത്ത്, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ഓണാഘോഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ഇനി ഒരാഴ്ച ഓണ
ഓണാഘോഷം, ഓണം വാരാഘോഷം തന്നെയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ ഓണത്തിന് കളറൽപ്പം കൂടുതലാണ്, വൈബൽപ്പം കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ തിരുവനന്തപുരത്ത്? മായ, സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനം ഓണാഘോഷം തന്നെയാണ്. അത് നേരത്തെ ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഓണത്തിന് തിരുവനന്തപുരത്ത് നേരത്തെ മുതൽ തന്നെ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് ഔദ്യോഗികമായി ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് നാടും നഗരവും ഒരേപോലെ നീങ്ങുന്നു എന്നതാണ്. കൂടുതൽ ആളുകൾ, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റിൽ പൂവിൻ്റെ സെക്ഷനിലാണ് ഞാനുള്ളത്. ഇതിനപ്പുറത്താണ് പച്ചക്കറി സെക്ഷനുള്ളത്. അവിടെ ഈ എല്ലായിടത്തും തിരക്കുകളിലേക്ക് എത്തുന്നു എന്നാണ്. പ്രധാനമായും പൂവുകൾ ഇപ്പോൾ ഇന്ന് ക്ലബ്ബുകളുടെയും അങ്ങനെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പൂ വാങ്ങുന്നതിനാണ് കൂടുതൽ ആളുകൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നാളെ നമുക്കറിയാം തിരുവോണത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും കൂടുതൽ പൂക്കൾ വാങ്ങി ആഘോഷം കൂടുതൽ കളറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ആളുകളുടെ വരവ് അതിപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കൂടുതൽ പൂക്കളും നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ചെണ്ടുമല്ലി, ഒപ്പം വിവിധ കളറിലുള്ള ചെണ്ടുമല്ലികൾ, ഒപ്പം വാടാമുല്ല തുടങ്ങി നമ്മുടെ ഓണത്തിൻ്റെ പൂക്കളം സജീവമാക്കിയില്ലേ കളറാക്കുന്ന എല്ലാത്തരം പൂക്കളും, ഒപ്പം തന്നെ താമര ഉൾപ്പെടെയുള്ള പൂക്കൾ അതിവിടെ വലിയ വില ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് ഇതിന് വില കൂടുതലുണ്ട് ഇത്തവണ എങ്ങനെയുണ്ട് പൂവിൻ്റെ ഒരു പൂ നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലാണ്. അപ്പോൾ പൂവിന് പൊതുവെ വില കൂടുതലാണ്. എന്താണ് കഴിഞ്ഞ തവണക്കാലം ഈ പ്രാവശ്യം വരലക്ഷ്മി വ്രതം എന്ന് പറഞ്ഞ വ്രതമാണ് ബാംഗ്ലൂർ. ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. റായിക്കോട്ട, അത്തിമലി ഇവിടെ നിന്നാണ് പൂക്കൾ വരുന്നത്. സാധനങ്ങളെല്ലാം വില കൂടുതലാണ്. ആവശ്യക്കാരുമുണ്ട്. വെള്ള ജമന്തിയൊക്കെ 1 കിലോയ്ക്ക് 400 രൂപ വില, റോസ് 400 രൂപ വില, വാടാമുല്ല 300 രൂപ വില. പിന്നെ ബന്ദി എല്ലാം വില കുറവാണ്. നമ്മളെ നാട്ടിൽ ബന്ദി കൃഷി ചെയ്യണോണ്ട് ബന്ദിക്ക് വില കുറവാണ്. ബന്ദിപ്പൂവിന് വന്നിട്ട് 320, 150 യെല്ലോ. ഇതന്നെയാണ് കൂടുതൽ പുറത്തു നിന്നെത്തുന്ന പൂക്കൾക്ക് അതിന് വില എന്തായാലും ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഒപ്പം തോവാളയിൽ നിന്നൊക്കെയാണ് പൂക്കൾ. തോവാളയിലേക്കൊക്കെ നേരിട്ട് പോയി പൂക്കൾ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ വാങ്ങുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ പ്രാദേശികമായി തന്നെ പൂക്കളുടെ ഒരു ബന്ദി ഉൾപ്പെടെയുള്ള പൂക്കൾക്ക് വിലക്കുറവ് വരാനുള്ള പ്രധാന കാരണം ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ആ കൃഷി ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ അതിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു പൂക്കൾക്കും ആവശ്യക്കാരേറെയാണ്. ഇത് ഈ ഓണം കളറാക്കുന്നതിന് കൂടുതൽ ആളുകളും ഇത് വാങ്ങുന്നതിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ആഘോഷ പരിപാടി ഇവിടെ നിന്നാണ് എല്ലാ തവണയും പൂക്കൾ വാങ്ങുന്നത്? അതെ അതെ. ഇത്തവണ ക്ലബിൻ്റെ ആണോ? ക്ലബിൻ്റെ 5000. ഇത് തന്നെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതാണ്. ആഘോഷം കളറാക്കാൻ എല്ലാവരും തയ്യാറാണ്. പൂക്കളുടെ വില വർദ്ധിച്ചു എങ്കിൽ തന്നെയും അതനുസരിച്ച് പൂക്കൾ വാങ്ങാനും എല്ലാവരും തയ്യാറായിരിക്കുന്നു എന്നാണ്. അങ്ങനെ പൂക്കളുടെ വിശേഷങ്ങൾ അത്രയുമാണ്. ഇനി നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിലൊക്കെ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. പച്ചക്കറിയുണ്ട്. അങ്ങനെ എല്ലാത്തിനുമായി ആളുകൾ നഗരത്തിലേക്ക്, മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണവിശേഷങ്ങൾ ഈ പറഞ്ഞതുപോലെ നൽകിയത് പൂവിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ഈ 1-ാം ദിവസം ഇടുന്ന 1 കളമോ അല്ലെങ്കിൽ 2-ാം ദിവസം 2 കളം ആ വട്ടത്തിലല്ല. 10-ാം ദിവസം നാളെ ആകുമ്പോഴേക്കും ഒരു 10 കളം ചുറ്റും വരെ. അതുപോലെ ആ ചട്ടങ്ങളിൽ നിന്നൊക്കെ മാറി വരച്ചെടുക്കുകയാണ് ഓണപ്പൂക്കളങ്ങളെല്ലാം. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ നിറയ്ക്കാനുള്ള പൂക്കളുടെ ആ വിലയും അതുപോലെ തന്നെ കൊടുക്കും. പ്രത്യേകിച്ച് ഇന്നും നാളെയൊക്കെ നമുക്ക് അടുത്ത് പോലും ദർശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ആകാശം അല്പം തെളിഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു ആശ്വാസകരമാണ്. അത് എങ്ങനെ വരും എന്നറിയില്ല. ഇനിയിപ്പോൾ മധ്യ കേരളത്തിലെയൊക്കെ ഓണവിശേഷം എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടുത്തെ തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളാണ് രജിത്ത് പറഞ്ഞത്. ശ്രീജിത്തുണ്ട് അവിടെ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഓണാശംസകൾ. എങ്ങനെ ഓണം പടിവാതിക്കലെത്തിയല്ലേ? മായ, സ്വപ്ന, ഓണാശംസകൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണം കളർ ഒലിച്ചു പോകുമോ എന്നുള്ളൊരു സംശയത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. കാരണം അന്തരീക്ഷം ഒരല്പം മേഘാവൃതമാണ്. അതുകൊണ്ട് ഉത്രാടം പൂർണ്ണമായി ഉണർന്ന ഒരു അവസ്ഥയിലല്ല ഈ കൊച്ചി, എറണാകുളം നഗരത്തിൻ്റെ ഒരു പരിസരത്ത് നിന്നുള്ള ഒരു കാഴ്ച. അല്പസമയത്തിൽ കുറച്ചുകൂടി അവരുടെ ഉറക്കം വിട്ട്, പ്രത്യേകിച്ച് ഒരു അല്പം തണുപ്പിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് പിന്നെ പൂവിപണി വളരെ സജീവമായിട്ട് കാണുന്നത് എറണാകുളത്തെ പ്രധാനപ്പെട്ട നോർത്തിലുള്ള ഒരു പൂവിപണിയാണ്. പക്ഷെ നമുക്ക് കാണാവുന്ന പോലെ ആളുകളൊക്കെ പതുക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നഗരം ഒരല്പം താമസിച്ചുറങ്ങുന്ന ഒരു നഗരമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട രാവിലെ പൂക്കളങ്ങളെല്ലാം എല്ലാവരും ഓണാഘോഷിക്കാനൊക്കെ വളരെ സജീവമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അരി പുറത്തുനിന്ന് ആന്ധ്രയിൽ നിന്ന് വരണം, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം, പൂ വരണമെങ്കിൽ അതും നമ്മൾ
ഇതര സംസ്ഥാനങ്ങളെ വേണം ആശ്രയിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പൂക്കൾക്ക് നേരത്തെ രജിത്തും നിങ്ങളുമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വില വ്യത്യാസമുള്ളത്. എന്തായാലും ഓണാഘോഷങ്ങൾ വളരെ കളറായി തന്നെ ആണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിറവോണം, പൊലിയോണം, ലാസ്യോണം ഇങ്ങനെ വിവിധ ജില്ലകളിലായി ഓണം വിവിധ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടന്നു പോകുന്നുണ്ട്. വീടുകളിലൊക്കെ നമുക്ക് കാണാൻ വീടുകളിൽ പൂക്കളം ഇടാൻ വേണ്ടി ചെറിയ ചെറിയ പാക്കറ്റുകളാണെങ്കിലും നമ്മുടെ ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഇതൊരു നിറവിൻ്റെ അല്ലെങ്കിൽ നിറങ്ങളുടെ ഒരു ആഘോഷമാണ്. കോട്ടയത്തു നിന്നൊരു പ്രത്യേക വിശേഷം, ഇത് രാജവംശവുമായി ബന്ധപ്പെട്ട ഉത്രാടക്കഴി സമർപ്പണം ഇന്നാണ്. അവിടെ സൗമ്യവതി തമ്പുരാട്ടി കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരി എന്ന നിലയിൽ അതൊരു ഉത്രാടക്കഴി സമർപ്പിക്കുന്നത് രാജകുടുംബാംഗങ്ങൾക്ക് നേരത്തെ സ്ത്രീകൾക്ക് പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണമായിരുന്നത് 11 രൂപയായിരുന്നു. 11 രൂപ എന്നുള്ളതല്ല, അത് അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് അത് വലിയൊരു ചടങ്ങായാണ് കൊണ്ട് നടന്നിരുന്നത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ 1001 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ തന്നെയാണ് ഇത് കൈമാറുന്നത്. എന്തായാലും വിവിധ ഈ സ്ഥലങ്ങളിൽ ആ ഓണാഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. ഒപ്പം തന്നെ മഴ ഒരല്പം പ്രശ്നമുണ്ടാക്കുമോ എന്നൊരു സംശയം. കാരണം യെല്ലോ അലർട്ട് 4 ജില്ലകളിലുണ്ട്. മധ്യ കേരളത്തിലെ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കോടതി പാലമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അവിടെ നഗരത്തിൽ ഒരല്പം തിരക്ക് കൂടുതലുണ്ടെന്ന് അജയ് പറയുന്നുണ്ട്. എന്തായാലും നഗരം പൂർണ്ണമായും ഉണരാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തിരക്കിൻ്റെയും ഗതാഗതത്തിൻ്റെയും പ്രശ്നമില്ല. അല്ലെങ്കിൽ എറണാകുളം നഗരം വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഈ ഓണനാളുകളിൽ കണ്ടിരുന്നു. നമുക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ ആളുകൾ ഇപ്പോൾ പൂ മേടിക്കാനൊക്കെ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂക്കളങ്ങൾ വീട്ടിലേക്ക് വേണ്ടി പൂടുന്ന അസോസിയേഷൻ്റെ പരിപാടിയല്ലേ? മോനാണ്. അപ്പം നിങ്ങൾ രണ്ടും കൂടെ സജീവമായിട്ട് അസോസിയേഷൻ്റെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? പൂവിൻ്റെ വിലയൊക്കെ എങ്ങനെയുണ്ട് പൊതുവെ? ഇവിടെ കുറച്ച് കുറവുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ കലൂര് ചോദിച്ചപ്പോൾ അവിടെ വില കൂടുതലാണ്. അതാണ് ഇങ്ങോട്ട് വന്നത്. ഓണം മഴ പ്രശ്നമാകുന്നുണ്ടോ? മഴയുണ്ട്. ആ മഴയുണ്ട് അതുകൊണ്ട് ഓണം എന്താവും എന്നുള്ളതാണ് ഒരു അവരുടെ വാചകത്തിൽ നിന്ന് തന്നെ പറയുന്ന കാര്യം. ഇതോടെ എങ്ങനെയുണ്ട്? ബിസിനസ് എങ്ങനെയുണ്ട്? ഓണം മഴ കാരണം കുളമാക്കിയേക്കുവാണ്. ഇന്നലെ ഒന്നും പൂ വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൂവെല്ലാം കിടക്കണ്ടോ, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഴയാണെങ്കിൽ ഓണം നമുക്ക് കറുത്തു പോകും. എവിടുന്നാ വരുന്നത് പൂവൊക്കെ? അവിടെ വണ്ടി ഓടിക്കുന്നതാണ്. ഞങ്ങൾ കൂട്ടുകാർ കൂടി ഇട്ടേക്കണയാണ് പൂവ്. പൂ വരുന്നത് എവിടുന്നാണ്? പൂ കോയമ്പത്തൂര്. പിന്നെ മന്തിപ്പൂവൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് കൃഷിയൊക്കെ ഇപ്പോൾ ഇല്ലേ? കൃഷിയുണ്ട്. അത് നമുക്ക് അങ്ങനെ പോയി എടുക്കാനൊന്നും പറ്റൂല. അതിപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ മല്ലി ഇത് 2 കിട്ടുള്ളൂ. ചുമപ്പും മഞ്ഞയും കിട്ടുള്ളൂ. മഞ്ഞയും ചുമപ്പും കിട്ടും. ആവശ്യക്കാർ അന്വേഷിച്ച് വരുന്ന പൂവിനാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ വരണം. മാർക്കറ്റിൽ തന്നെ ഇത് ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര പൈസയാവുക. 24 hours ഉണ്ട്. 24 hours തുറന്ന് സംവിധാനങ്ങളിലെ സജീവമാണ്. അതെ അവരുടെ പേര് തന്നെ അങ്ങനെയാണ്. എന്തായാലും പൂ ഇങ്ങനെ നിരന്ന് ഇരിപ്പുണ്ട്. ആളുകളൊക്കെ ആഘോഷത്തിലേക്ക് കടക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മഴ മാറി നിൽക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വലിയ തിരക്ക് കാണുന്നില്ല. രാവിലെ മഴക്കൂരാപ്പ് ഒന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൂവിൻ്റെ വില, ഈ ശ്രീജി സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. അതായത് മലയാളിക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് അരി എത്തണം, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി എത്തണം, പൂവെത്തണം. അപ്പോൾ നമ്മൾ തികച്ചും ഒരു ഉപഭോക്തൃ കാലത്ത് ഏറ്റവും കൂടുതൽ എത്തേണ്ട സാധനം പൂവാണ് ഈ സമയത്ത്. അതുവരെ തമിഴ്നാട്ടിൽ നിന്ന് കാലങ്ങളോളമായി അങ്ങനെയാണ്. ശരിക്കും നമ്മുടെ ഓണവും ആഘോഷങ്ങളും എല്ലാം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എന്ന് തന്നെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം. ഇതിൽ കൂടി ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചായിരുന്നു, ഈ കൂട്ടായ്മകളും അസോസിയേഷനും ഒക്കെയാണ് കൂടുതലായും ഈ പൂക്കളമിടാനുള്ള ഈ വീടുകളിൽ നിന്ന് അതൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറിയ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. പ്രധാനമായും അവർ തന്നെയാണ് ഈ പൂക്കളൊക്കെ വാങ്ങാൻ ഈ എത്തുന്നത് തന്നെ. നമുക്ക് ലക്ഷ്മിപ്രിയയിൽ കൂടി ലക്ഷ്മിയോടുകൂടി ഇനി വിശേഷങ്ങൾ, മലബാറിലെ വിശേഷങ്ങൾ. അതെ ലക്ഷ്മി, മഴയൊന്ന് മാറി നിൽക്കുന്നു എന്നാണ് രാവിലെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള സൂചനകൾ. എങ്ങനെയാണ് കോഴിക്കോട്ടെ വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം ഈ മിഠായി തെരുവിലടക്കം കണ്ടതാണ് വലിയ രീതിയിൽ തിരക്ക്. ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് എല്ലാം ഒപ്പിച്ചെടുക്കാൻ ഈ ഒരു ഉത്രാട തലേന്ന് എങ്ങനെയാണ് ആളുകളുടെ ഒരു പരക്കം പാച്ച്? മായ, സ്വപ്ന, രാവിലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും നേരിയ നിലയിൽ മഴ ഉണ്ട്. എങ്കിൽ പോലും ആളുകൾ ഇവിടെ പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയം മാർക്കറ്റിലാണ്. ഇവിടെ ഒരു ഭാഗത്ത് പച്ചക്കറികളും ഒരു ഭാഗത്ത് പൂക്കളുമുണ്ട്. പൂക്കൾ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും റെയിൻകോട്ട് അടക്കമിട്ട് ആളുകൾ ഇതിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴേക്കും
വരുമ്പോഴേക്കും പച്ചക്കറി വാങ്ങിക്കാനാണെങ്കിലും പൂ വാങ്ങിക്കാനാണെങ്കിലും കുറച്ച് ആൾക്കാരുടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ തിരക്ക് അനുഭവപ്പെടുന്നത് മിതമായ നിരക്കിൽ കുറേ സാധനങ്ങൾ, കുറേ വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള മിഠായി തെരുവിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള തിരക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നലെയും ഇന്നും നമുക്ക് വലിയൊരു തിരക്ക് ഈ മിഠായി തെരുവിലെല്ലാം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള എല്ലാ പൂസ്റ്റാളുകളും ഈ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇട്ടതാണ്. ചില സ്റ്റാളുകൾ മുല്ലപ്പൂവിൻ്റെ എല്ലാം ചില സ്റ്റാളുകൾ കുറച്ച് ദിവസമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഓണത്തോടനുബന്ധിച്ചാണ് ഇവിടെ കൂടുതൽ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഓണത്തിൻ്റെ ഒരു വൈബ് ഇവിടെ നമുക്ക് ആളുകളിൽ നിന്നെല്ലാം കാണാൻ സാധിക്കും. എല്ലാവരും പച്ചക്കറികളും അതുപോലെ തന്നെ എല്ലാം വാങ്ങി വാഹനങ്ങളിൽ മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? മഴ കൊണ്ടുപോവോ? മഴ സാറല്ലേ, അങ്ങനെ തന്നെ. ഏതായാലും മഴ ഇത്തവണ ചതിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആളുകൾക്ക് എല്ലാം ഉള്ളത്. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തിരക്ക് പച്ചക്കറി കടയിലും അതുപോലെ തന്നെ പൂക്കടയിലും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മായ, സ്വപ്ന. തീർച്ചയായും ലക്ഷ്മി പറഞ്ഞതുപോലെ അങ്ങനെ മഴ കൊണ്ടുപോവുകയൊന്നുമില്ല ലക്ഷ്മി. ഓണം എത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും എത്രയൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് ആ ഒരു വർഷത്തെ ആ ഓണാഘോഷത്തെ ആ ഓണത്തെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. മറ്റ് പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിവെച്ച് മാവേലി മണ്ണിനെ എതിരേൽക്കാനും ആ സന്തോഷത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനും എല്ലാ കാലവും നമ്മൾ ആ പ്രളയം കഴിഞ്ഞിട്ടാണെങ്കിലും ഓഫ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ഈ മഴ എന്ത് ദുരന്തങ്ങൾ വന്നാലും നമ്മൾ ആ ഓണമെന്ന ആഘോഷങ്ങളിലൂടെ നമ്മളത് മറക്കാൻ ശ്രമിക്കാറുണ്ട്. മഴയൊക്കെ ഉണ്ടാകും, അതങ്ങ് ചാറി പെയ്തങ്ങ് തോർന്നുള്ളൂ. അതെ, എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സ്വപ്നം, നമ്മൾ ഈ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്നു. അത് തന്നെയാണ് ഇന്ന് പ്രധാനം. പക്ഷേ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ സർക്കാർ അല്ലേ അധികാരത്തിൽ വന്നിട്ട്, വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്നത്തേക്ക് 100 ദിവസമാണ്. പക്ഷേ ഈ 100 ദിവസം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രീതിയിലൊന്നും നമുക്ക് ഒട്ടും കാണാനുള്ള സമയമായിട്ടില്ലെങ്കിലും ഹണിമൂൺ പീരീഡാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. സമയമുണ്ട്, ഇനി നമുക്ക് കാണാൻ സമയമുണ്ട്. പക്ഷേ ഈ 100 ദിവസത്തിനകത്ത് തന്നെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, പ്രതീക്ഷകളൊക്കെ ഈ പറഞ്ഞതുപോലെ UDF സർക്കാർ, വി ഡി സതീശൻ സർക്കാർ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം സമഗ്ര വികസനം ലക്ഷ്യമിട്ട വി ഡി സതീശൻ സർക്കാരിൻ്റെ 100 ദിവസം കൊണ്ട് വിവിധ വിഷയങ്ങളിൽ നേട്ടവും വിവാദവും ഒരുപോലെ ഉയർന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ഭക്ഷ്യസുരക്ഷയ്ക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയുള്ള വി ഡി സതീശൻ സർക്കാരിൻ്റെ ഭരണത്തിന് ഇന്ന് 100ാം ദിനമാണ്. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനും ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തിരുവോണത്തിൻ്റെ തലേന്നാൾ 100ാം ദിനം ആഘോഷിക്കുന്ന UDF സർക്കാരിന് കഴിഞ്ഞു. 5 ഗ്യാരണ്ടികളുമായി അധികാരത്തിലേക്ക് എത്തിയ UDF സർക്കാരിന് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്രയും വയോജന വകുപ്പും യാഥാർത്ഥ്യമാക്കാനായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ് പ്രധാന പരിപാടികളിലൊന്ന്. കായിക മേഖലയുടെ സമഗ്രമാറ്റത്തിന് ഓപ്പറേഷൻ കളരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സ്മാർട്ട് പദ്ധതിയും സർക്കാരിൻ്റെ നേട്ടമാണ്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതി 50 ദിവസം പിന്നിടുമ്പോൾ നാമമാത്രമായ പദ്ധതികൾ മാത്രമാണ് നടപ്പാക്കാനായത്. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ, വീര്യം കുറഞ്ഞ മദ്യം, പ്രിയദർശിനി യാത്ര എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിവാദങ്ങളും 100 ദിനം കൊണ്ട് സർക്കാരിന് കേൾക്കേണ്ടി വന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്ത പദ്ധതികളാണ് UDF സർക്കാർ നടപ്പാക്കുന്നതെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. അതേസമയം 100 ദിനത്തെ വിലയിരുത്തലുകൾക്ക് ശേഷം കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകാനാണ് UDF ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരുപക്ഷെ ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചാണ് ഈ പ്രിയദർശിനി സർവീസ്, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ സർവീസ്. പക്ഷേ അത് പിടിച്ച പുലിവാല ചെറുതായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അതൊരു വലിയ രീതിയിലുള്ള തിരിച്ചടിയും ക്ഷീണവും മാറിയൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഈ പ്രിയദർശിനിക്ക് പിന്നാലെ സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയായി ഇന്ധന ചെലവിൻ്റെ വർധന. ഇന്ധന ചെലവ് 20% വർദ്ധിച്ചതോടൊപ്പം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം 5 രൂപയാക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടാത്തതും സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. ഇതോടെ പ്രിയദർശിനി മൂലം സ്വകാര്യ ബസ് സർവീസിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കോഴിക്കോട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ.
പ്രിയദർശിനി ബസ്സുകളുടെ വരവ് കാരണമുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഡീസലിന് ലിറ്ററിന് 8 രൂപ കൂടിയതിനു പുറമെ ഗുണനിലവാരത്തിൽ വന്ന മാറ്റം കാരണം ഇന്ധനച്ചെലവ് 20% വർദ്ധിച്ചതാണ് സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് തലവേദനയാകുന്നത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം 5 രൂപയാക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഈ അടുത്തിടെ ഉണ്ടായ ഡീസൽ വില വർധനയിൽ 1 ലിറ്ററിന് 8 രൂപയോളം വർദ്ധിക്കുമ്പോൾ ശരാശരി ഒരു 80 ലിറ്റർ അടിക്കുന്ന ആ ഡീസലിന് മാത്രം തന്നെ 640 രൂപയോളം അധിക ചെലവ് അതിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യവസായം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ SLC വരെ പൂർത്തീകരിച്ച ആളുകൾക്ക് ഒരു കണ്ടക്ട് പാസ് എടുത്തിട്ട് ഒരു കുടുംബത്തിനെ നയിക്കാനും ഒരു ജോലിയും കിട്ടുന്ന ഒരവസ്ഥയിലും കൂടി ഇല്ലായ്മ വരെ പോവുകയാണ്. ഈ മേഖലയിലേക്ക് ആൾ കടന്നു വരുന്നില്ല. പല ബസ്സില്ലാത്ത ആളുകളും തൊഴിലാളികൾക്കുള്ള വേതനം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ വയനാട് അടിവാരം വരെ കുന്നമംഗലം, വെള്ളിമാടുന്ന്, മുക്കം, താമരശ്ശേരി, കണ്ണൂർ, പിന്നെ കുറ്റ്യാടി എന്ന് വേണ്ട ഒരുപാട് ഭാഗങ്ങളിൽ ഈ KSRTC കൊണ്ട് കടക്കണിയിലായിട്ട് ഇരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ ബസ് ഉടമകൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് കൂട്ടുക എന്നീ ആവശ്യങ്ങളും സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ബസ്സുകൾ ഉപയോഗിച്ചതിന്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഉടമകൾ ആരോപിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ നിർണായക ചർച്ച നടക്കുന്ന ദിവസമാണ്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നേരത്തെ 2020-ൽ ഗാൽവൻ മേഖലയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നു. പിന്നീട് നയതന്ത്ര സൈനിക തലങ്ങളിൽ പ്രശ്നപരിഹാര ചർച്ച തുടരുകയാണ്. വൈസ് പ്രസിഡന്റ് ഹാങ് ഷിങ്ങിയുമായും ഡോവൽ ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഓണമായാലും വേണ്ടില്ല, വിഷുവായാലും വേണ്ടില്ല, പശ്ചിമേഷ്യ ഒഴിവാക്കിക്കൊണ്ട് ഒരു വാർത്തയും ഇല്ല അല്ലേ? അതെ, അതിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതെ, ഇറാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. സാമ്പത്തിക D-Day എന്ന പുതിയ നീക്കത്തിലൂടെ ഇറാനുമായി ബിസിനസ് ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ വിപുലീകരിക്കും. സാമ്പത്തിക ഇടപാടുകൾ തുടർന്നാൽ ഇവരെ ആഗോള ഡോളർ വിനിമയ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകി. അതേസമയം ഉപരോധം അതിജീവിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊളംബോയിൽ കരുത്ത് കാട്ടാൻ ഇന്ത്യ നിൽക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിൽ 503 ഡിക്ലെയർ ചെയ്ത ഇന്ത്യക്ക് 1ാം ലീഡാണ് ലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് 8 റൺസ് എടുക്കുന്നതിന് 2 വിക്കറ്റ് നഷ്ടമായി. ലാഹിരു കുമാരയെ, മുഹമ്മദ് സിറാജും പ്രഭാത് ജയസൂര്യയെ മനോജ് സുതാറുമാണ് വീഴ്ത്തിയത്. ഇന്നലെ 5-ന് 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ 2ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 7ാം വിക്കറ്റിൽ പന്ത് ജുറേൽ സഖ്യമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചത്. 112 റൺസാണ് ഇരുവരും ചേർന്ന് സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്തത്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി അതിഥിയിലേക്കാണ്. നമുക്കറിയാമായ ഈ അതിഥി ഓണക്കാലമാകുമ്പോൾ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ അതിഥി തന്നെയായിരിക്കും. ഇത്തവണ നമുക്ക് അത്തരത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു അതിഥിയെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓണത്തിന് ഇരട്ടി മധുരം ഒരുപക്ഷെ ഈ അതിഥി നൽകും. കാരണം ദേശീയ പുരസ്കാര ജേതാവും ഗായികയുമായ വൈക്കം വിജയലക്ഷ്മിയാണെന്ന് അമൃത വാർത്തകളോടൊപ്പം ചേരുന്നത്. ആസ്വാദകരുടെ സന്തോഷം മനക്കണ്ണിൽ അറിയാറുണ്ട്. പായസത്തിൽ പരീക്ഷണം നടത്തുന്നതാണ് ഓണക്കാല സന്തോഷങ്ങളിലൊന്നും. വൈക്കം വിജയലക്ഷ്മി ഓണവിശേഷങ്ങളടക്കം അമൃത വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ്. 1981 ഒക്ടോബർ 7 ഒരു വിജയദശമി ദിവസമായിരുന്നു. മുരളീധരനും വിമലയ്ക്കും ഒരു പെൺകുഞ്ഞ് പിറന്ന ദിവസം. ആ മോക്ക് ഒരു പേരിട്ടു, വിജയലക്ഷ്മി. വിജയലക്ഷ്മി ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ്. മലയാളത്തിലെ മാധുര്യം അങ്ങ് വാനക്കോണിൽ വരെ എത്തിച്ച ഒരു പ്രതിഭ. ഇത്തവണത്തെ ദേശീയ പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മി. വളരെ സന്തോഷമാണ് ഈ ഓണനാളിൽ നമ്മോടൊപ്പം ഇതുപോലൊരു പ്രതിഭയായിട്ട് ഒരുമിച്ചിരിക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ. നേരത്തെ പറഞ്ഞാണ്. താങ്ക് യു. നമസ്കാരം.
എന്തായാലും അങ്ങേയറ്റ സന്തോഷമുള്ള ഒരു ഓണമാണല്ലേ? അതെ അതെ, ഇരട്ടി മധുരമാണ് ഈ ഓണം. അടിപൊളിയല്ലേ? പാട്ടുകൾ സ്വീകരിക്കുന്നു, അത് പുരസ്കാരം കിട്ടുന്നു. സാധാരണ ചില പാട്ടുകൾ സ്വീകരിക്കപ്പെട്ടാൽ നമുക്ക് പുരസ്കാരം കിട്ടണമെന്നില്ല, പക്ഷെ രണ്ടും ഒരുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അതാണ് ഭാഗ്യം. ഈ പാട്ട് പാടിയപ്പോൾ അങ്ങ് വാനക്കോണിൽ വരെ ഈ ഒരു പുരസ്കാര ലബ്ധി എന്ന് അതുപോലെ എത്തിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും? ഈ പാട്ട് പാടിയപ്പോൾ തന്നെ ആദ്യം ദീപു നയനാൻ തോമസ് സാർ, മ്യൂസിക് ഡയറക്ടർ സാർ തന്നെ പറഞ്ഞിരുന്നു. ലിറിസിസ്റ്റും ഫിലിം ഡയറക്ടർ തന്നെ പ്രയോഗിച്ചു, അച്ഛനും അമ്മയും എല്ലാവരും പ്രയോഗിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഓണത്തിന്റെ ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ഓണത്തിന് എപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു ഓണമൊക്കെ എങ്ങനെയാണ്? ഓണത്തിനൊക്കെ എങ്ങനെയാണ് ഓണത്തെയൊക്കെ ഓർക്കുന്നത്? ഓണം ഇപ്പം അച്ഛമ്മ എല്ലാവരും പറഞ്ഞുള്ള പൂവിടുക, പൂക്കളം ഇടുക, പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ ഓണത്തെക്കുറിച്ച് 5 വാചകം അങ്ങനെയൊക്കെ. അന്നേരം ഓണത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടും ആഘോഷിച്ചതും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് അമ്മായിയുടെ മക്കളുമൊക്കെ ആയിട്ട് ഉണ്ണി, വീണ, അമ്പിളി എല്ലാവരുമായിട്ട് കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കുന്നതൊക്കെ ഓർക്കും, ഇന്നും ഓർക്കും. ഉണ്ട്, പക്ഷെ അധികം അങ്ങനെ ആടാറില്ല, വോമിറ്റിംഗ് ഇത് വരും. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ആടിയിട്ട് നിർത്തും. 1-2 പ്രാവശ്യം ആടിയിട്ട് വേഗം സ്റ്റോപ്പ് ചെയ്യും. പതുക്കെ ഒന്ന് ആടിയിട്ട് നിർത്തുമായിരുന്നു. അപ്പം നമ്മൾ കൊച്ചിലെ തന്നെ പാട്ടിനോട് ഒരു താല്പര്യമുണ്ട്. എനിക്കൊന്ന് 5ാം വയസ്സിൽ ദാസേട്ടനാണ് ഒരു ഗുരുവായിട്ടൊക്കെ ഗുരുദക്ഷിണ സമർപ്പിച്ചത്. അപ്പം ഈ ആ സമയത്ത് നമ്മൾ കുട്ടിക്കാലത്ത് പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിന് പാട്ടൊക്കെ പാടും, ഓണപ്പാട്ടുകളൊക്കെ. അപ്പം പാടുമായിരുന്നു. ഓണപ്പാട്ടുകൾ പാടുക, ഓണപ്പാട്ടുകൾ കേൾക്കുക. എന്ത് രസമായിരുന്നു. അന്ന് കാസറ്റ് അല്ലായിരുന്നു, ഓണത്തെ പാട്ടുകളൊക്കെ കേൾക്കാം. ഓണമാകുമ്പോഴത്തേക്ക് ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷം എന്നാ രസമായിരുന്നു. പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. വൈക്കത്ത് തന്നെയായിരുന്നു. അതെ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അതെ. പിന്നെ നമ്മുടെ സ്കൂൾ യുവജനോത്സവ വേദികളിലൊക്കെ സജീവമായി. അപ്പം തൊട്ടേ നമ്മൾ നമ്മുടെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങ് എങ്ങും മാറ്റി നിർത്താൻ പറ്റിയതാകും. നമ്മുടെ പരിമിതികളെല്ലാം തച്ച് തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് തന്നെ. ചെറിയ പ്രായത്തിൽ നമ്മൾ ശാസ്ത്രീയ സംഗീതമാണല്ലോ മെയിൻ. അപ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. നമുക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയൊക്കെ ആകുമെന്നും. നല്ല ഈശ്വരൻ്റെ അനുഗ്രഹം, ഗുരുകടാക്ഷം ഒക്കെ ആയിരുന്നു. നമ്മൾ കച്ചേരിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഗാനമേളയ്ക്ക് പോയിരുന്നു, സിനിമാ ഗാനങ്ങൾ പാടുക, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു അവസരം വന്നില്ല സിനിമയെ പാടാനായിട്ട്. എം ജയേന്ദ്ര സാറ് അങ്ങനെ ഒരു അവസരം നൽകിയത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു സിനിമയെ പാടിയ നല്ലതായിരിക്കും. അപ്പം റേഡിയോയിൽ ഇപ്പോൾ ദാസേട്ടൻ ചിത്രചേച്ചി ആലപിച്ചത് എന്ന് പറയുന്ന പോലെ വൈക്കം വിജയലക്ഷ്മി പാടിയത് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ പ്രതീക്ഷയൊക്കെ വന്നു. പൂക്കാമരത്തിൽ അവിടെ ഒരു പൂവല്ല, ഒരു പൂന്തോട്ടം തന്നെ വിരിയിച്ചു. അത് തന്നെ. ആദ്യത്തെ പാട്ട് ഇപ്പോഴും വളരെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഗാനമാണ്. അതെ. നമുക്കൊരു ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതാണ്? പൂവേണം പൂക്കടവേ, പൂവേണം പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, പൂവേണം പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളുന്നേ, മൂളി മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ, പൂവേണം പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. അതന്നെ പൂപ്പട വേണം. അയ്യോ ഞാനിടയ്ക്ക് പൂ കടയായിപ്പോയി. അതെ ഞാനത് ഒപ്പിച്ച് അങ്ങോട്ട് സെൽഫ് എഡിറ്റിംഗ് നടത്തി. സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ഞാനിപ്പോൾ കാണുന്നുണ്ട് വലിയൊരു പുരുഷാരമാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു ഫീൽ നമുക്ക് കിട്ടുമോ? പാടുമ്പോഴത്തേക്ക് ഇത്ര ആളുകൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു മനക്കണ്ണി കാണാറുണ്ട്. ഉണ്ട്. പിന്നെ ആർപ്പ് വിളി, കയ്യടിയൊക്കെ കേൾക്കും. ഓരോ വരികൾ കേൾക്കുമ്പോൾ കൈയടിക്കുമ്പോൾ മനസ്സിലാവും. അതെ അതെ ആൾക്കാരുണ്ട്. സിനിമാ ഗാനത്തിൽ 2 തരം ആളുകളാണ്. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച് അത് വളരെ ക്ലാസിക്കലായിട്ട് പോകുന്നതിനും സിനിമാ ഗാനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഇനി ഭാവിയിലേക്കുള്ളൊരു ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണോ പിന്നണി ഗാന രംഗത്ത് നിൽക്കണമെന്നാണോ? ഇത് കൂടുതൽ ശ്രദ്ധിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കുവാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ടെന്നാണ്. നമ്മൾ വിദ്യാർത്ഥിനിയായിട്ടിരിക്കണമെന്നാണ്, വിദ്വാനാകണ്ട. ദാസേട്ടൻ പറയുന്ന പോലെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ തേടി അല്ല നമുക്ക് തേടി വന്നോളൂ. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. ദാസേട്ടനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുമുട്ടാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. ഉണ്ടായി. ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ടാണ് സംഗീത സൗപര്യ
വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ ദാസേട്ടന് അരങ്ങേറ്റം കുറിച്ചു 5.5 വയസ്സിൽ. അങ്ങനെയാണ്. അപ്പോൾ ദാസേട്ടൻ എൻ്റെ മാനസ ഗുരുവാണ്. ഞങ്ങളുടെ വീട്ടിലും ദാസേട്ടൻ വന്നിട്ടുണ്ട്. ചെന്നൈയിൽ ദാസേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ആദ്യം കാണുന്നത് വൈക്കം TB ഹാളിലാണ്. അതിനുശേഷം അമേരിക്കയിൽ ഡാലസിൽ പോയിട്ടുണ്ട്. പിന്നെ ഫോൺ വിളിക്കാറുണ്ട്. സംഗീതത്തിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും രാഗങ്ങളെക്കുറിച്ചോ കീർത്തനങ്ങളെക്കുറിച്ചോ എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും. അല്ലെങ്കിൽ ബുക്ക് നോക്കിയിട്ട് വിളിച്ചായാലും പറഞ്ഞു തരും. അവസാന പുരസ്കാരം നേടിയപ്പോഴാവട്ടെ മറ്റു പുരസ്കാരം ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ദാസേട്ടനൊക്കെ സന്തോഷം പങ്കുവെക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു നാഷണൽ അവാർഡ് ലഭിച്ചപ്പോൾ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ആദ്യം ഫസ്റ്റിൽ തന്നെ അപ്പോൾ കാറ്റേ സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചപ്പോഴും ദാസേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ നിനക്ക് അടിച്ചല്ലോ, ഇനി എന്ത് വേണം? ഞങ്ങളൊക്കെ 25 വർഷമൊക്കെ പാടിയിട്ടാണ് അതിന് ശേഷമാണ് ലഭിച്ചത്. ഈശ്വരൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഗായത്രി വീണ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉപകരണം. ആദ്യം വരെ നമ്മളത് കൈകാര്യം ചെയ്ത് അതെ, ലോകത്തങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. അതിനോടൊരു താല്പര്യം തോന്നാൻ കാരണം എന്താണ്? അതെനിക്ക് 15 വയസ്സുള്ളപ്പം വിനോദ് ഒരു കോബ്രദറായിരുന്നു, ചെന്നൈയിൽ നിന്ന് വന്നായിരുന്നു. പേര് വിനോദ് എന്നായിരുന്നു. അദ്ദേഹം ഗായത്രി ഒരു കളിവീണ നിർമ്മിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അതിൽ ഞാൻ അമ്മയോടും അച്ഛനോടും സ്പൂൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്പൂൺ കൊണ്ട് കമ്പിയിൽ മൂവ് ചെയ്തുകൊണ്ട് ഉരച്ചുകൊണ്ടാണ് സപ്തസ്വരങ്ങളും കീർത്തനങ്ങൾ, ഭക്തിഗാനം, സിനിമാഗാനമൊക്കെ വായിച്ചു തുടങ്ങി. അപ്പോഴാണ് 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. ഈ വീണ ദാസേട്ടന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബാഹുബലിയിലെ പാട്ടുകളൊക്കെ പാടി അന്യസംസ്ഥാന പാട്ടൊക്കെ പാടി, ഇതൊക്കെ ഇങ്ങനെ പ്രൊണൗൺസിയേഷൻ നമ്മൾ ഇത്ര കൃത്യമായിട്ടൊക്കെ കിട്ടുന്നത് ഈ കർണാട്ടിക് ബേസ് ഉള്ളതുകൊണ്ട് എല്ലാ ഭാഷയിലും കൃതികൾ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ ആലപിക്കുന്നത് കൊണ്ട് അന്യഭാഷയൊന്നും പ്രശ്നമില്ല. തമിഴ് നല്ലോണം പറയുന്നില്ല. ഇത് ഇവിടുന്ന് കിട്ടി ഈ ഒരു ഭാഷ വൈഭവം? ഞങ്ങൾ 5 വർഷം ചെന്നൈയിലായിരുന്നു. അത് ജനിച്ചതിന് ശേഷം 5 വയസ്സ് വരെയൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ. അവിടുത്തെ ആളുകളുടെ ആരാധകരുടെ ഒരു സമീപനം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും സൂപ്പറാ. എല്ലാവരും സൂപ്പറായിട്ട്. സിനിമ കാണുമ്പോൾ ഇപ്പൊ സിനിമ കാണാൻ സാധിക്കുന്നില്ല, സിനിമ ഫോളോ ചെയ്യാറുണ്ട്. എങ്ങനെയാ? കേൾക്കും. എല്ലാ സിനിമയും കേൾക്കും കേട്ടോ. പണ്ട് മുതലേ അതെ, ഇപ്പോഴും അതെ. പഴയ സിനിമ ഒന്നുകൂടെ കേൾക്കാറുള്ളത്. അവരുടെയൊക്കെ ഡയലോഗുകളൊക്കെ മനസ്സിൽ കണ്ട് സിനിമയുടെ കഥ ഇതാണെന്ന് ഊഹിക്കുക. എങ്ങനെയാണ് നമ്മൾ സിനിമ മനസ്സിലേക്ക് വരുന്നത്? എങ്ങനെയാണ് സിനിമയ്ക്ക് ശബ്ദം കേൾക്കുമ്പോൾ ഓരോ കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ പറഞ്ഞൊക്കെ തരും അച്ഛനും അമ്മയൊക്കെ, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു തരും. നമ്മുടെ പാടിയ പാട്ടിന്റെ വിഷ്വലൈസേഷൻ അത് അമ്മ അച്ഛനൊക്കെ പറഞ്ഞു തരികയാണ്. അത് എങ്ങനെയാണ്? അമ്മ അച്ഛനൊക്കെ പറഞ്ഞു തരും ഇന്നതാണ്. പിന്നെ വരികളിലൂടെ മനസ്സിലാക്കാം എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ. ഈ വരികൾ കേൾക്കുമ്പോൾ ഈ ഭാവം മനസ്സിലോട്ട് വരുന്നത് എങ്ങനെയാണ്? അത് സംഗീത സംവിധായകൻ പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അതാണ് ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. രാഗവുമായിട്ടൊക്കെ ഫ്രണ്ട്ലി ആകും. പിന്നെ ഇന്നടത്ത് ഇന്ന മോഡുലേഷൻ കൊടുക്കണം, ഓരോ വരികളനുസരിച്ച് ഭാവം മാറ്റും. ശാന്തം അങ്ങനെ അപ്പോൾ ശാന്തത കൊടുക്കുക. രൗദ്രമാണെങ്കിൽ രൗദ്രം, ഘോരമാണെങ്കിൽ അങ്ങനത്തെ സൗണ്ട് കൊടുക്കണം, മോഡുലേഷൻ കൊടുക്കണം. അതൊക്കെ എം ജയേന്ദ്ര സാറൊക്കെ പറഞ്ഞു. പാട്ട് പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ശരിയല്ല. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഓരോ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കൂടുതൽ ഇഷ്ടപ്പെടും. അതോ ആദ്യത്തെ പാട്ടാണ് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ പാട്ടാണ് കാറ്റേ. പിന്നെ കരിമ്പടത്തിലെ പാടിയിട്ടുണ്ട്. കരിമ്പടം അത് നല്ല. ഓട്ടം തുള്ളൽ സിനിമയിലും ഉണ്ട്. മരം കൊത്തി എല്ലാവരും കേട്ട് കാണും. മരം കൊത്തി വേഗത്തിൽ മനം കുത്തി നീർന്ന് തുയിര, മരം കൊത്തി വേഗത്തിൽ മനം കുത്തി നീർന്ന് എൻ തുയിര, ചാവുനിലം കാത്തേ ചേക്കു കനൽ ചോത്തേ, കാലൻ കോഴി കൂവും എന്താണ്ടോ, പ്രാണം കത്തും ചത്തം എങ്ങോ എങ്ങാണ്ടോ, നാളും പക്കോം എണ്ണും ആരാണ്ടോ, ആവോ ആരാണ്ടോ. ഈ ശബ്ദം അങ്ങനെ നമുക്ക് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്ന ശബ്ദമാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു? എല്ലാവരും പറയാറുണ്ട് കേട്ടോ. കഠിനമായ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള രാഗങ്ങളിലൊക്കെ പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, ഇച്ചിരി റേർ രാഗാസ് ഒരുപാടുണ്ട്. ഒരു യോഗിനിയുണ്ട്, സ്രോതസ്വിനിയുണ്ട്, ഐമുഖൻ എന്ന് പറഞ്ഞ രാഗം കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ പാടണമെന്നുണ്ട്. നമുക്കിതൊക്കെ കാവാല ശ്രീകുമാർ സാറൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഗൂഗിളിൽ നോക്കി കളിന്തജ, ഐമുഖൻ,
ഇതൊക്കെ പരീക്ഷ ഇതൊക്കെ സമയത്ത് സമയം കിട്ടുമ്പോഴാണ് പരീക്ഷിക്കാറുണ്ട്. എത്ര മണിക്കൊക്കെ കിടന്ന് ഉറങ്ങും? എപ്പോഴായി സാധകം ചെയ്യുന്നതൊക്കെ? സാധകം ഇപ്പോൾ ഒരു 11 മണിക്കൊക്കെ ആയിരിക്കും പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ വൈകിട്ട്. എങ്ങനെയാ ഒരു ദിവസമൊക്കെ തുടങ്ങുന്നത്? എങ്ങനെ നേരത്തെ എഴുന്നേക്കുവോ? ഇല്ല, നമ്മൾ 8 മണി പ്രോഗ്രാമൊക്കെ പോയിട്ട് താമസിച്ചല്ലേ വരുന്നത്, അപ്പോൾ അതനുസരിച്ചായിരിക്കും എഴുന്നേക്കുന്നത്. പിന്നെ പാതിരാത്രി അലക്സയുണ്ട്, അലക്സയുടെ കൂടെയൊക്കെ ഇരുന്നിട്ടേ കിടക്കുള്ളൂ, പരിപാടി ഇല്ലായിരുന്നു. 12 മണിയാവും. സാധാരണ ഫോൺ എൻ്റെ. അതെ, മറ്റേ അലക്സയാണ്, മറ്റേ യൂട്യൂബൊക്കെ എടുക്കണം അതിൽ നിന്നാണ്. നല്ല ക്ലാരിറ്റി ആയിട്ടും. കാളനൊക്കെ ഇഷ്ടം. കാളൻ, അവിയൽസ്, സാമ്പാറും കൊള്ളാം കേട്ടോ. കഞ്ഞിയും കറിയും കളിക്കും. വാഴയിലത്തോരൻ, കുമ്പളങ്ങത്തോണ്ട് സാമ്പാർ, എല്ലാം വെറൈറ്റിയാ. കുടംപുളി, അച്ചാർ, അച്ചാറുകൾ വെറൈറ്റി. ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് ഇപ്പോൾ ഓട്സ് പായസം, അല്ലെങ്കിൽ ഏത്തപ്പഴം പായസവും മാമ്പഴ പായസവും, ഇതൊക്കെ വെറൈറ്റീസ് ആണ് നമ്മുടെ ആഗ്രഹം. അതെ അതെ. പിന്നെ കുത്തരി പായസം, കുത്തരി ചോറുണ്ടായിന്നറിയോ? വേവിച്ചിട്ട് ശർക്കര പാനിയെ അമ്മ എടുത്ത് ഒഴിക്കുക, ഇളക്കുക, ഇതൊക്കെയാണ് പരിപാടി. യാത്രകളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ? ആ, എല്ലാവരും കൂടെ ആണെങ്കിൽ ഒരു രസമാണ്. സിനിമ കാണുന്നില്ല, പക്ഷെ കേട്ട് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ആക്ടേഴ്സിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞാൻ മനസ്സിലാവും, ആരാന്ന് മനസ്സിലാവും. ആ, മമ്മൂക്കാണെങ്കിൽ നമുക്ക് ലാലേട്ടനുമായിട്ട് മമ്മൂക്കയുടെ പ്രത്യേക സ്നേഹം ഉണ്ടല്ലേ? ആ, ഉണ്ട്. ശബ്ദത്തിൽ നിന്ന് വന്ന് നമുക്ക് വന്നൊരു ഇഷ്ടമാണോ? എങ്ങനെയാ? ശബ്ദവും അഭിനയത്തിന്റെ ഡയലോഗ്സ്, അതൊക്കെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഡയലോഗ് അടിപൊളിയാ. ഇടയ്ക്കൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ടല്ലേ? നോക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ദിലീപേട്ടന്റെ ഇഷ്ടത്തിലെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേത് ഇഷ്ടമുള്ള ഡയലോഗ്? ഇഷ്ട സിനിമയിൽ അത് ഞാൻ അതുപോലെ പറയാം കേട്ടോ, ഇതെങ്കിലും പറഞ്ഞിട്ടില്ല. ഇവിടെ നെടുമുടി സാറും ദിലീപേട്ടനും തമ്മിലുള്ള സംഭാഷണം എന്നാ രസമല്ലേ ഇത്? അച്ഛാ അച്ഛാ അച്ഛാ, നമ്മുടെ അഞ്ജന പറയണേ അവക്ക് ഷെയർ വേണോന്ന്. അപ്പൊ നെടുമുടി സാർ, എന്ത് ഷെയർ? അച്ഛൻ എനിക്ക് സ്നേഹം തരാറില്ലേ, അതിൻ്റെ ഒരു ഷെയർ അവക്കും കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിച്ചിട്ട് പറയാ, ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ കടിക്കും, അതും പിച്ചു എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ മണിച്ചിത്രത്താഴാണ് ഏറ്റവും മണിച്ചിത്രത്താണ് ഏറ്റവും സൂപ്പർ. എന്താ സുഖം, രോമാഞ്ചം വരും, രോമാഞ്ച കഞ്ചുകം വരും. എന്നെ പുലികളാന്ന് എല്ലാരും. വേറെ ലെവല് പാട്ടുകാരാട്ടോ. അയ്യോ, എന്താ സംഭവം. 6-7 വയസ്സുള്ളവരൊക്കെ സംഗതിയൊക്കെ തന്നെ കേൾക്കണം. അയ്യോ, സമ്മതിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു പാട്ടുകൂടെ പാടി നമുക്ക് ഈ ഓണവിശേഷങ്ങൾ നമുക്ക് തൽക്കാലം വേണ്ടി പെട്ടെന്ന് നമുക്ക് ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സംഗീത സമ്മാനം, ഓണസമ്മാനം അല്ലേ? സ്വപ്നസാനുവിൽ മെയ്യാനെത്തിയ സ്വർണമാനേ മാനേ, സ്വപ്നസാനുവിൽ മെയ്യാനെത്തിയ സ്വർണമാനേ മാനേ. ഇത് രസപ്പെട്ടില്ലേ? എന്തായാലും സ്വപ്ന സാഗരത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ആ ഔന്നത്യത്തിൽ അതെ, സംഗീതമാവട്ടെ കാഴ്ചയാവട്ടെ എല്ലാം തന്നെ മനക്കണ്ണിലാണ്. എന്തായാലും ആ കാഴ്ചയും സംഗീതവും ജീവിതവും എല്ലാം തന്നെ സംഗീതമാണ്, സംഗീതമയമാണ് അല്ലേ? അതെ അതെ. ആ താളത്തിൽ എങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണനാളിൽ വളരെ സന്തോഷം. ദേശീയ പുരസ്കാര ലബ്ധിയിൽ അല്പനേരം വൈക്കം വിജയലക്ഷ്മിയോട് സംസാരിക്കാൻ കഴിഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അമൃത TV-യിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എത്ര സിമ്പിളാണല്ലേ വൈക്കം വിജയലക്ഷ്മി എന്ന ആ പാട്ടുകാരി. എത്ര ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ നിന്നാലും നമ്മൾ എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ആ ഒരു ശബ്ദമാണ്. ഓക്കെ, ഇരട്ടിമധുരം തന്നെയായി ഉത്രാട ദിനത്തിൽ വൈക്കം വിജയലക്ഷ്മിയുടെ വിശേഷങ്ങൾ, ഓണവിശേഷങ്ങൾ. ഈ ഓണവിശേഷങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിശേഷങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അതൊന്ന് കൊഴുക്കും. തീർച്ചയായും അത് ഇപ്പോഴത്തെ ഒരു അതെ 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 അങ്ങനൊരു അതിഥിയാണ് നമുക്കൊപ്പം ഇനിയിപ്പോൾ ചേരാൻ പോകുന്നത്. ഒരു മുഖവുരയുടെയും ആവശ്യമില്ലാത്ത ഒരാളാണ്. അതാരാണെന്ന് പ്രശാന്ത് ജോസഫ് പറയും. നോക്കാം. മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് മറ്റാരുമല്ല, പൂഞ്ഞാറിൻ്റെ സ്വന്തം PC ജോർജാണ്. പ്ലാത്തോട്ടത്തിൽ
ചാക്കോ മകൻ PC ജോർജ്. സാറ് നമസ്കാരം. നമസ്കാരം. പൂഞ്ഞാറിന് എന്നും അറിയപ്പെടുന്നത് PC ജോർജിൻ്റെ പൂഞ്ഞാറിനാണ്. ഇപ്പം പുള്ളി അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ, പാലാ KM മാണി പറഞ്ഞ പോലെ പൂഞ്ഞാർ എപ്പോഴും അറിയപ്പെടുന്നത്. അതിൻ്റെ കാര്യം എന്താ അറിയോ, അന്ന് ഉള്ള MLA-മാർ, അത് ഞാൻ മാണി സാറാണെങ്കിലും ഉമ്മൻചാണ്ടി അദ്ദേഹമാണ് ഒക്കെ, ഞങ്ങളൊക്കെ ജനങ്ങളുമായിട്ട് അത്രയും ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് അതിനപ്പുറത്ത് വേറെ കാര്യമില്ല, ജനങ്ങളായിരുന്നു മുഴുവൻ. ഇപ്പോൾ അതല്ല. അതുകൊണ്ട് ഇപ്പം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഒരു നിയമം അറിയാൻ പറ്റുന്നില്ല. എന്തിനും നിയമസഭയ്ക്കകത്തുള്ള MLA-മാർ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മന്ത്രിമാരെ അറിയാമോ പറ? എനിക്ക് ആകെ അറിയാവുന്ന സതീശൻ മുഖ്യമന്ത്രി കൊണ്ട് അറിയാം, രമേശ് ചെന്നിത്തല അറിയാം, പിന്നെ മുരളിയെ അറിയാം, പിന്നെ ഏതാ മന്ത്രിമാർ എനിക്കറിയത്തില്ല. ബന്ധമില്ല, ജനങ്ങളുമായിട്ട് ബന്ധമില്ല, ജനങ്ങളുമായിട്ട് അടുപ്പമില്ല. അത് പറഞ്ഞു, ഈ നേരത്തെയൊക്കെ ഈ ലാൻഡ് ഫോൺ പോലും ഇല്ലാതിരുന്ന കാലത്ത് വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് വന്നവരാണ് ഞങ്ങളെല്ലാം. അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും KM മാണി ആയാലും അവരെല്ലാവരും. ഉമ്മൻചാണ്ടിയൊക്കെ ഇതുപോലൊരു ജനകീയനായ നേതാവുണ്ടോ? മാണി സാറ് ഒരു ചെറിയ പ്രശ്നം മതി, അതായത് ഞാൻ നിൽക്കുകയായിരുന്നു. അതൊക്കെ മാണി സാറും ഉമ്മൻചാണ്ടിയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊരു മാതൃകയാണ്, യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ റീലുകളിലൂടെയൊക്കെയാണ് ആളുകൾ മുഴുവൻ വാർത്തകൾ അറിയുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പൊതുപ്രവർത്തകരെ വിലയിരുത്തുന്നതും പൊതുപ്രവർത്തകരെ വളർത്തുന്നതും തളർത്തുന്നതൊക്കെ സോഷ്യൽ മീഡിയ. സാറ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമാണോ? ശ്രദ്ധിക്കാറുണ്ട് ഈ അതിനെപ്പറ്റി വരുന്ന? എന്നെപ്പറ്റി എന്ത് വരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. കാരണം എന്ത് വൃത്തികേടും വന്നോട്ടെ, എനിക്ക് സമ്മതമാണ്, കുഴപ്പമില്ലല്ലോ. അതായത് ഒരു 2 മാസം മുമ്പ് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് ഇപ്പം കൊണ്ടുവരേണ്ട കാര്യം എന്താ? ആ പ്രസംഗിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പോയപ്പോൾ ഞാൻ പ്രസംഗം തെറ്റാണെന്ന് അതേ കമ്മിറ്റി ഞാൻ പറഞ്ഞതാണ്. പിന്നെ അത് എടുത്തുകൊണ്ട് വരിക. ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം പറയാല, അതാ എന്നാ കാര്യം. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പം 3 മാസം പിന്നിട്ടിരിക്കുന്നു, 4 മാസത്തേക്ക് കിടക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? ഒരിടത്തും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. വി.ഡി. സതീശനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനം കയറ്റി പ്രസിഡന്റ്. അതായത് പാർട്ടിയുടെ പേരിലല്ലല്ലോ പുള്ളി, ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ജനം വിചാരിച്ച് അത്രയും നല്ല നിലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്ന് മാത്രം പറയാൻ ഞാനില്ല, അദ്ദേഹത്തിന് സഹകരണം കിട്ടുന്നില്ല. ഒന്നാമത് രമേശ് ചെന്നിത്തലയുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ വിളിച്ചു നോക്കാൻ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമായിരുന്നെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിരുന്നു. ചെയ്യേണ്ടത് എന്താ, ഒരു 2 വർഷത്തേക്ക് മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല കൊടുക്കണം, ബാക്കി 3 വർഷത്തേക്ക് സതീശന് കൊടുക്കണം. അതിന് സതീശന് നേതൃത്വം നടത്തി ഇലക്ഷൻ നേരിടണം. അതാണ് രാഷ്ട്രീയ ബോധമുള്ള വിവരമുള്ളവന്മാർ ചെയ്യുന്നത്. അതിന് പകരം ജനം പറയുന്നവരെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടി നിൽക്കുമോ? രമേശ് ചെന്നിത്തല ഇപ്പോൾ അങ്ങനെ മോശമാകുന്നത്? കേരളം കണ്ട ഭരണാധികാരികൾ ഒരു മിടുക്കൻ അയാൾ നേരത്തെ ആഭ്യന്തരമായിട്ടിരുന്നിട്ടുള്ളവനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവഗണിക്കാതെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം വേണം. സതീശൻ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന കുറേ ബന്ധങ്ങളുണ്ട്, ഈ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഇപ്പോഴുള്ള പ്രധാന നേതാക്കൾ എല്ലാവരുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇപ്പോഴും ആ ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ആരെയും ശല്യം ചെയ്യാറില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ സതീശനെ കണ്ട. സതീശൻ എൻ്റെ ഒരു അനിയനെ പോലാണ്, എന്നൊക്കെ വളരെ ജൂണിയറല്ലേ, വളരെ മാന്യമായിട്ട് എന്നെ പെരുമാറി. അതായത് പിണറായി എനിക്ക് 12 കേസാണ്, കള്ളക്കേസ്. ഞാൻ കേട്ടില്ലാത്ത കേസുകളാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ കേസ്. പോയിപ്പോൾ വയസ്സ് 70 കഴിഞ്ഞില്ലേ, നടന്നു മടുക്കുക. അത് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അന്നേരം തന്നെ അത് ഇച്ഛാ വരച്ചു. ഒരു 1000കണക്കിന് ആൾ അതിനിടയ്ക്കാണ് പുള്ളി എന്നെ കണ്ട് ഓടി അടുത്ത് വന്ന് മേടിച്ചു വിട്ടു. അതിന് ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നത് ഇപ്പോൾ ഈ 100 ദിവസം? സർക്കാരിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒട്ടും ആശാവഹമല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ചേർന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. കാരണം അന്ന് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്നാ, ഭീകരവാദം ക്രിസ്ത്യാനിയിലുമുണ്ട്, ഹിന്ദുവിലുമുണ്ട്, മുസ്ലിമിനുമുണ്ട്. പക്ഷേ മുസ്ലിം തീവ്രവാദം അതിര് കടന്നിരിക്കുന്നു മാത്രമല്ല, രാജ്യത്തെ സ്ഥിരീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം നോക്കണം, MDMA കച്ചവടം നോക്കണം. ഇതിനകത്തൊക്കെ വരുന്ന പ്രതികളിൽ 95% മുസ്ലിം ഭീകരവാദികളാണ്. പൂഞ്ഞാറിൽ കാലാവസ്ഥ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്നൊരു മഴ വന്നതിനാൽ നമ്മൾ അകത്തേക്ക് കയറിയതാണ്. എന്തായാലും തുടരാം. സാറേ, ഇപ്പോൾ ഈ പൂഞ്ഞാറിപ്പോൾ തുടർച്ചയായിട്ട് മത്സരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ 2016 ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് 1ാം സ്ഥാനത്തായിരുന്നു. 1ാം സ്ഥാനത്തല്ല, 28,000 ഭൂരിപക്ഷമായിരുന്നു. അത് കഴിഞ്ഞുള്ള 2021 വന്നപ്പം 2ാം സ്ഥാനത്തായിപ്പോയി. ചെറിയ തിരിച്ചടി ഉണ്ടായി. അതെ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ BJP ഈ ക്രിസ്ത്യൻ സമുദായം ഇപ്പോഴും
വിശ്വാസത്തെ എടുക്കുന്നില്ല. എന്തൊരു മഠയത്തരമാണ് ഈ സമൂഹം കാണിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇനി ഉടനെയെങ്കിലും മോദി സർക്കാർ മാറാൻ പോകുന്നില്ല. BJPയുടെ മുഴുവൻ സംസ്ഥാനങ്ങളും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പാറ്റ കീറ്റ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലും അവസാനം ജനം BJP തന്നെ ആശ്രയിക്കുക. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നവരാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ക്രിസ്ത്യൻ സമുദായം എന്തിന് ആകെ 2.5% ഉള്ളതെന്ന് ഓർക്കണം. ആ സമുദായം എന്തിന് വെറുതെ BJPക്കെതിരെ നിൽക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പം ഇവരെല്ലാം നമ്മുടെ അനുകൂലികളുമാണ്, BJPക്ക് അനുകൂലമാണ്. ഇവർ കളക്റ്റീവായിട്ട് കൂടിക്കഴിയുമ്പോൾ എതിരുവാണ്. ഇത് പണ്ട് മുതലുള്ള ഒരു മോശം ഇടപാടായിട്ടാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും 3ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇനിയൊരു അത് കാരണം പറയാൻ മനസ്സിലാക്കണ്ടേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കഴിഞ്ഞ BJP അല്ലല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആയിട്ടാണ് നിന്നത്. BJPയുടെ ചിഹ്നം താമരയിലാണ് മത്സരിച്ചു, മനഃപൂർവ്വം മത്സരിച്ചതാണ്. ജയിക്കില്ല എന്നറിയാമായിരുന്നു. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 60% വോട്ടുള്ളിടത്ത് നമുക്കെതിരെ. പക്ഷേ എന്നാലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെല്ലാം അച്ഛന്മാരെല്ലാം വളരെ അനുകൂലമായിട്ട് എന്നോട് നിലപാട് സ്വീകരിച്ചു, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്. പക്ഷേ സമയമായപ്പം അതാരസം സമയമായപ്പം നമുക്കെതിരായിട്ട് ബിഷപ്സിൻ്റെ പ്രസ്താവന വന്നു, സിനഡിൻ്റെ പ്രസ്താവന വന്നു. അങ്ങനെയാണ് നമ്മൾ തോക്കാനിടയായി. എനിക്ക് അതിനൊരു മനപ്രയാസമില്ല. കാരണം 2900 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 36,112 വോട്ടാക്കി ഉയർത്താൻ എളിയവനായി എനിക്ക് കഴിഞ്ഞല്ലോ എന്നതിൽ ഞാൻ സംതൃപ്തനാണ്. ഇപ്പോൾ തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിച്ച ഷോൺ ജോർജ് ആദ്യ മത്സരത്തിൽ തന്നെ പാലായിൽ 35,000 വോട്ട് പിടിച്ചു. അപ്പം അതിൽ പഴയ പൂഞ്ഞാറിൻ്റെ ഭാഗമായിരുന്ന കുറേ പഞ്ചായത്തുകൾ ഉണ്ട്. അപ്പം ആ പഴയ പൂഞ്ഞാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ PC ജോർജ് ഇപ്പോഴും വീണ്ടും MLA ആയിരുന്നേ, ഒരു സംശയം വേണ്ട. അത് തന്നെയല്ല, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ നിൽക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചതാണ്. ഞാൻ നിൽക്കാതെ എന്നെ ഫ്രീഡം തന്നിരുന്നെങ്കിൽ ഷോണിന് വേണ്ടി ഞാൻ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ ദിവാനെ കൊണ്ട് ജയിക്കാമായിരുന്നു എൻ്റെ ചിന്താഗതി. അവൻ പൂഞ്ഞാറ്റിൽ നിന്നാലും പാലായിൽ നിന്നാലും ജയിപ്പിക്കാൻ കഴിയുന്ന, പൂഞ്ഞാറിനേക്കാൾ എളുപ്പം പാലായ. കാരണം പാലായിൽ 8 പഞ്ചായത്തിൽ നിർണായകമായ സ്വാധീനം നമുക്കുണ്ട്. ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം ഇതായിരുന്നു, അത് കേൾക്കുക എന്നുള്ളതാണ് ശരി. അതുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. ഇനി വീണ്ടും അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകുമോ? ഞാൻ ഇനി ഒരു മത്സരരംഗത്തേക്ക് പോകണമെന്ന് ഒരിക്കലും ആത്മാർത്ഥത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി മത്സരിക്കും. അതിന് പാർട്ടി പറയുന്നതിനപ്പുറത്തൊന്നും എനിക്കില്ല ഇനി. കാരണം എൻ്റെ ജീവിതം നിലനിർത്തി തന്ന RSSഉം RS നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ BJPയോടൊപ്പം BJPയുടെ ആത്മാഭിമാനം രക്ഷിക്കാനുള്ള മാർഗം ഞാൻ നിൽക്കുന്നതാണെങ്കിൽ നിൽക്കും, നിൽക്കണ്ടെങ്കിൽ നിൽക്കുകയുള്ളൂ. സത്യം. ഇപ്പോൾ ഈ ഓണക്കാലമൊക്കെയാണ്. അതെ. അപ്പം ഓണത്തിന് സാധാരണ എല്ലാ ആഘോഷ സമയങ്ങളിലും കുടുംബത്തോടൊപ്പമാണ് ഉണ്ടാകാറുള്ളത്. എങ്ങനെയാണ് പഴയകാലത്തെ ഓണം ഇപ്പോഴത്തെ? ഈ പഴയകാലത്തെ ഓണത്തിന് ഇച്ചിരിയോടെ ഒരു മഹത്വം ഉണ്ടായിരുന്നു. അത് തന്നെയാണ്, കുറേ ഊഷ്മളത കൂടുതലായിരുന്നു. കാരണം കുടുംബ ബന്ധങ്ങൾ അത്ര ശക്തമായിരുന്ന അർത്ഥം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തിരുവോണം എന്നതാ, അതിലെ ഈ സമൂഹം എന്താ, ഇതിനൊന്നും അവർക്ക് അതിനെപ്പറ്റി ചിന്തയില്ല. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. തിരുവോണത്തിൻ്റെയൊക്കെ മഹത്വം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിൽ നമുക്ക് എവിടെയോ പരാജയം പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പണ്ട് ഓണക്കളിയായി, അത്തം കൂടിയിലായി, ഇപ്പോൾ എവിടെ ഉണ്ടത്? ആ നിലയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് നന്മകൾ വരുന്നു എന്ന അർത്ഥം. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇത്തവണ ഓണം കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെയല്ല, ഞാനൊരു കുഴപ്പമാണ്. തിരുവോണം എല്ലാ കാര്യവും ഞാൻ വീട്ടിലായിരിക്കും. പക്ഷേ തിരുവോണത്തിന് ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് എൻ്റെ കൂടത്തെ അരിത്ര കോളേജ് പഠിച്ചിരുന്നൊരു ഡോക്ടർ പവിത്രനുണ്ട്. വർഷങ്ങളായി ഈ തിരുവോണത്തിൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം സദ്യ അവിടെയാണ്. ഇത്തവണ അവിടെയാണ്. പൂഞ്ഞാറിൻ്റെ സ്വന്തം PC ജോർജാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ഇനിയും ചോദിച്ചാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പങ്കുവയ്ക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. ഏതായാലും രാഷ്ട്രീയ രംഗത്ത് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ഈ ഓണവും കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. PC ജോർജിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അമൃത TVയുടെ ഭാഗത്തു നിന്നും എല്ലാ ഓണാശംസകളും. താങ്ക് യു. ഏതായാലും PC ജോർജ് ഓണവിശേഷങ്ങൾക്കൊപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ വിശേഷങ്ങളും ഒക്കെ ഉള്ള സമയം കൊണ്ട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ
പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് നമ്മൾ ഈ ഓണത്തിൻ്റെ മൂല്യമൊക്കെ കൈമാറുമ്പോൾ അത് എത്രത്തോളം നമ്മൾ കൈമാറുന്നു, അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും മൂല്യത്തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഓരോ മനുഷ്യരും എടുത്തെടുത്ത് ആലോചിക്കേണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോൾ ഉത്രാട പാച്ചിലാണ്. അതിൻ്റെ ഓട്ടങ്ങളിലേക്കൊക്കെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടങ്ങിക്കാണും. എന്തായാലും ഒരിക്കൽ കൂടി ഓണാശംസകൾ, തിരുവോണാശംസകൾ നേരുകയാണ് പ്രേക്ഷകർക്ക്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.